ഹലോ, എല്ലാവർക്കും മനക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ട് നല്ലൊരു ഹൽവ ഉണ്ടാക്കാം. കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാം, വളരെ ആരോഗ്യപ്രദമാണ്. പക്ഷെ മിക്കവരും അത് വെറുതെ കളയും. അപ്പം ഇനി അത് വെറുതെ കളയണ്ട, നമുക്ക് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മട്ടരിയുടെ കഞ്ഞിയുടെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാവുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും. അത് 2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള വെള്ളം കേട്ടോ. അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട്. 2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇതുപോലൊരു സ്പൂണിൽ 1 സ്പൂൺ അരിപ്പൊടി എടുക്കണം. അതായത് നമ്മുടെ സാധാരണ വറുത്ത അരിപ്പൊടി എടുക്കുക. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കില്ലേ, അതിനുള്ള അരിപ്പൊടി 1 സ്പൂണിൽ 1 സ്പൂൺ എടുക്കുക കേട്ടോ. നിറയെ എടുത്തിട്ടുണ്ട്. അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുകൊണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ആ തരികളൊക്കെ, അതായത് കട്ട ഉണ്ടാവും, അതൊക്കെ നന്നായിട്ട് ഉടഞ്ഞു ചേരണം. നന്നായിട്ട് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഉടയാത്തത് കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നുന്നു. അത് നന്നായിട്ട് അതിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഉടച്ചു ചേർക്കണം. ഇത് നമുക്കൊരു ഭാഗത്തേക്ക് നീക്കി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും, അത് ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പും ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഹൽവ ആവുമ്പോൾ അതെന്തായാലും ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് സ്വാദാണല്ലോ. അപ്പോൾ നമുക്ക് അതൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം കേട്ടോ. ഇതപ്പോൾ നീക്കി വെക്കാം നമുക്ക്. അതിനായിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചോളൂ കേട്ടോ. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അപ്പം ഞാനത് വറുത്തെടുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മുന്തിരി വറുത്തെടുക്കാം കേട്ടോ. സിമ്മിലിട്ടിട്ട് ചെയ്യുക നിങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓഫ് ചെയ്യാം. എന്നിട്ട് ആയിട്ടുണ്ട്. ഈ ചൂടിൽ തന്നെ കിടന്ന് മുന്തിരി ആയിക്കോളും. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒരുമിച്ച് വറുത്തെടുക്കരുത് കേട്ടോ, അല്ല ചില മുന്തിരി വേഗം ആവും. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ കളർ ആവാൻ കുറച്ച് സമയം എടുക്കും. സിമ്മിലിട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഈ നെയ്യോട് കൂടി തന്നെ ആ അണ്ടിപ്പരിപ്പ് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടില്ലേ, ആ പാത്രത്തിലേക്ക് ഈ നെയ്യോട് കൂടി തന്നെ നമുക്ക് നീക്കി വയ്ക്കാം. ആ ബാലൻസ് ഉള്ള നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും കണ്ടില്ലേ, ആ നെയ്യോട് കൂടി തന്നെ ഞാൻ നീക്കി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് നെയ്യ് ആവശ്യം വരും. അപ്പോൾ ഈ നെയ്യ് നമുക്ക് കളയണ്ട. ഓക്കെ, ഇനി നമുക്ക് ഇതേ സെയിം പാനിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇത് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ മാറ്റി വെച്ചിട്ടില്ലേ കഞ്ഞിവെള്ളവും അരിപ്പൊടിയും കൂടെ കുലുക്കിയത്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഫ്ലെയിം സിമ്മിലിടുക കേട്ടോ. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടി പിടിക്കരുത്, അത് ശ്രദ്ധിക്കണം. കട്ട പിടിക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 8 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അതിൻ്റെ സീഡ് എടുത്തിട്ട് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി, ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ വേറെ കളറൊന്നും ഇതിൽ ചേർക്കണില്ല. നമുക്ക് പ്യുവറായിട്ട് തന്നെ ഉണ്ടാക്കാം. വേറെ ഫുഡ് കളറൊന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരിക്കലും അടി പിടിക്കരുത്. ഫ്ലെയിം സിമ്മിലാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിമ്മിലിട്ട് ചെയ്യാൻ പറയുന്നത് എപ്പോഴും സിമ്മിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇനി ഈ ഒരു പരുവം വരുമ്പോൾ നമ്മളിതാ
ഇവിടെ നീക്കി വെച്ചിട്ടില്ലേ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് നേരം നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കണം, അത്രയേ ഉള്ളൂ. പക്ഷെ നല്ല സ്വാദുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൽവ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ വെറുതെ കളയല്ലേ കഞ്ഞിയുടെ വെള്ളമൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണിത്. അമ്മ പക്ഷേ ശർക്കരയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുക. ഇപ്പം എൻ്റെ അടുത്ത് ശർക്കര ഇല്ല, അപ്പം ഞാൻ അതിന് പകരം പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര എടുത്തിട്ട് നിങ്ങൾ പാനിയാക്കിയിട്ട് ചേർത്തോളൂ. അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് ഇത് പഠിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഇത് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഉണ്ടാക്കി തരും. ഓക്കെ, അപ്പം നമുക്കിത് നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അതാവുമ്പോഴാണ് നമുക്ക് അടി പിടിക്കാണ്ട് കിട്ടും. നമുക്ക് ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക. ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടിട്ടില്ല, സിമ്മിൽ തന്നെയാണ്. ഇത് നന്നായിട്ട് തിക്കായിട്ട് വരണം കേട്ടോ. ഈ ഒരു പരുവം വരുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഇതിൽ മധുരം ചേർക്കുന്നത് കേട്ടോ, ഷുഗർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. ഇപ്പം ഞാനൊരു കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ അളവ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വേണമെങ്കിൽ അധികം ആവാം. നല്ലൊരു മധുരം ഉണ്ടാവും ഇതിന്. ഞാൻ ഇത്ര തന്നെ ചേർക്കാറ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു ഈ പരുവം വരുമ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് വിട്ടു വന്നു അല്ലേ. ഇങ്ങനെ ഒരു ബോൾ ഷേപ്പിലാവും, അതായത് ഒരു ബോൾ പരുവം ആവുമ്പോൾ നന്നായിട്ട് വിട്ടു വന്നു. കണ്ടില്ലേ, ഈ ഒരു പരുവം വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് സെറ്റാക്കണം. വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇത് സെറ്റാക്കാം. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നുവെച്ചാൽ അത് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുട്ടി പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉള്ള പാത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അത് പകർത്തി വയ്ക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഒന്ന് ലെവൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന് മീതെ കുറച്ച് നെയ്യ് പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒട്ടാണ്ട് നന്നായിട്ട് ലെവൽ ചെയ്യാൻ പറ്റും നമുക്ക്. ഞാൻ കുറച്ച് നെയ്യ് ഇതിൽ പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുട്ടി പിടിക്കില്ല. മനസ്സിലായോ? ഇതുപോലെ ലെവൽ ചെയ്ത് വെക്കാം. ഇത് തണുക്കുന്ന വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ലെവൽ ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം കേട്ടോ. അപ്പം നല്ല ഭംഗിയിൽ കിട്ടും. ഇനി നമുക്കിതൊന്ന് തണുക്കുന്നത് വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. തണുക്കുന്ന വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് അടിപൊളി കണ്ടില്ലേ നമ്മുടെ ഹൽവ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? നല്ല ഷേപ്പിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം എടുക്കാം കേട്ടോ. ഇത് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് ഏലക്കായാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല വായിലിട്ട് അലിഞ്ഞു പോണ തരത്തിലുള്ളതാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇത് എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.
ഓക്കെ ബൈ, താങ്ക് യു.